വൈകുന്നേര സമയം എല്ലാ പക്ഷികളും ഒരു പൂന്തോട്ടത്തിലിരുന്ന് തമ്മിൽ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് നഗരത്തിൽ താമസിച്ചിരുന്ന ഗോൾഡി പരുന്ത് അവിടേക്ക് വന്നു. സുഖമാണോ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ? നഗരത്തിലേക്ക് പോയതിനു ശേഷം നീ നല്ല സന്തോഷത്തിലാണല്ലോ. പിന്നെ അല്ലാതെ, നഗരത്തിൽ എല്ലാം വളരെ നല്ലതാണ്. നിങ്ങളിവിടെ ധാന്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നില്ലേ? നഗരത്തിൽ ഭക്ഷണം അന്വേഷിക്കുകയൊന്നും വേണ്ട. അവിടെ മാംസങ്ങളുടെ കഷ്ണമൊക്കെ അവിടെയും ഇവിടെയും കിടക്കും, വളരെ എളുപ്പത്തിൽ കിട്ടും. പിന്നെ നിങ്ങൾ ചെറിയ പക്ഷികൾക്ക് വേണ്ടി മനുഷ്യർ അവരുടെ വീടിന്റെ ടെറസിൽ വെള്ളവും ധാന്യങ്ങളും ഒക്കെ വെക്കും. ഇല്ല, നീ പറയുന്നത് തെറ്റാണ് ഗോൾഡി. അധ്വാനിച്ച് ഭക്ഷണം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലിയാണ്. അതിൽ നമ്മൾ മടി കാണിക്കരുത്. പിന്നെ നഗരത്തിൽ ശാന്തിയും പച്ചപ്പും ഒരിക്കലും ഉണ്ടാകില്ല. അയ്യോ, കൃത്യസമയത്ത് ഭക്ഷണം കിട്ടുന്നില്ല എങ്കിൽ ഈ പച്ചപ്പൊക്കെ കൊണ്ട് എന്തു ഉപകാരമാണുള്ളത്? അപ്പോൾ ആരും മിണ്ടിയില്ല. ഗോൾഡി പരുന്ത് പറഞ്ഞു, ശരി, ഞാൻ എന്നാൽ പോകുക. നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കൂ. അപ്പോൾ രാപ്പാടി പറഞ്ഞു, ഗോൾഡി അങ്കിൾ, ഞാനും ടീനു പക്ഷിയും നിങ്ങളുടെ കൂടെ വരാം. ഇത് കേട്ട് ഗോൾഡി സന്തോഷിച്ചു. റിങ്കു പക്ഷി, മിങ്കിരാപ്പാടി, നിങ്ങളുടെ രണ്ടു മക്കളെയും എന്റെ കൂടെ വിടാൻ താല്പര്യമുണ്ടോ? ആ, രണ്ടുപേർക്കും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരെ തടയാനൊന്നും പോകുന്നില്ല. ശരി, എന്നാൽ ഞങ്ങൾ പോകുക. ഗോൾഡി പരുന്ത് എല്ലാവരെയും വിശ്വസിപ്പിച്ച് രാപ്പാടിയെയും ടീനു പക്ഷിയെയും കൂടെ കൂട്ടി അവിടെ നിന്നും പോയി. മിത്തുവിന്റെ മനസ്സിൽ അപ്പോൾ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അവൻ ചിന്തയിൽ മുഴുകിയിരുന്നു. രാവിലെ ആയപ്പോൾ മൈന അമ്മ അവനെ ചോദ്യം ചെയ്തു. അപ്പോൾ പറഞ്ഞു, അമ്മ മുഴുവൻ ദിവസവും കഷ്ടപ്പെട്ടാണ് ഭക്ഷണം കൊണ്ടുവരുന്നത്. ചിലപ്പോൾ രാത്രിയും ആകും വരാൻ. ഇതിലും നല്ലത് നഗരത്തിലെ ജീവിതമല്ലേ? നമുക്കും നഗരത്തിലേക്ക് പോയാലോ? അപ്പോൾ മൈനയ്ക്കും മനസ്സിലായി മിട്ടുവിനും നഗരത്തിൽ പോകാനുള്ള താല്പര്യം ഉണ്ടായിരിക്കുന്നു. ശരി മോനെ, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോളൂ. ഇത് കേട്ട് മിട്ടു സന്തോഷത്തിൽ തുള്ളിച്ചാടി. മോനെ, നീ എന്നെ കാണാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരണേ, കേട്ടോ? ശരി അമ്മേ. ഇതും പറഞ്ഞ് മിട്ടു അവിടെ നിന്നും നഗരത്തിലേക്ക് പറന്നു. അവൻ വളരെ വേഗത്തിൽ മുഴുവൻ സന്തോഷത്തോടെ പറന്നുപോയി. കൃത്യം 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അവൻ നഗരത്തിൽ എത്തിച്ചേർന്നു. ഗോൾഡി അങ്കിൾ അന്ന് പറഞ്ഞത് മനുഷ്യർ അവരുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഉറപ്പായും വെള്ളവും ധാന്യം വയ്ക്കുമെന്നാണ്. എന്നാൽ ഇവിടെ ഒരു ടെറസിലും വെള്ളവും ധാന്യവും ഒന്നും കാണുന്നില്ലല്ലോ. മിട്ടു ഒരു മുറ്റത്തേക്ക് പോയി. അവിടെ ചവറിട്ടിരിക്കുന്ന ഒരു വലിയ വേസ്റ്റ് ബാസ്ക്കറ്റ് കാണാൻ പറ്റി. ഛേ, ഈ മനുഷ്യർക്ക് ഇത്രയും ചവറുകൾ എവിടെ നിന്നാ കിട്ടുന്നത്? പെട്ടെന്ന് ഡസ്റ്റ്ബിന്നിൽ നിന്നും ഗോൾഡി പരുന്ത് വെളിയിൽ വന്നു. പോയിക്കോ, ഇന്നത്തെ ഇവിടുത്തെ ഭക്ഷണം എല്ലാം തീർന്നു. നാളെ ദൈവം കനിഞ്ഞാൽ വല്ലതും കിട്ടും. ഗോൾഡി അങ്കിൾ, നിങ്ങളോ? മിട്ടു, നീ ഇവിടെ നഗരത്തിൽ? അതെ ഗോൾഡി അങ്കിൾ, നിങ്ങളുടെ സംസാരത്തിൽ ആകൃഷ്ടനായി ഞാൻ ഇവിടേക്ക് വന്നതാ. എന്നാൽ നിങ്ങളിവിടെ ചപ്പ് ചവറിൽ നിന്നും ഭക്ഷണം അന്വേഷിച്ച് തിന്നുന്നു. എന്തു പറയാനാ മിട്ടു? ഞാനന്ന് ഒരു വെപ്രാളത്തിൽ അതങ്ങ് പറഞ്ഞു പോയതാ. അതിലൊന്നും ഒരു സത്യവുമില്ല. ഗോൾഡി അങ്കിൾ, ടീനു പക്ഷിയും രാപ്പാടിയും എവിടെ? അവരെ ഞാൻ കണ്ടതേ ഇല്ലല്ലോ. അയ്യോ, അവരെ കുറിച്ച് എന്തു പറയാനാ? നീ എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഗോൾഡി പരുന്ത് മിട്ടുവിനെയും കൊണ്ട് ഒരു വീട്ടിലേക്ക് പറന്നുപോയി. അവർ ഒരു ജനലിൽ കൂടി കണ്ടു. ഒരു മുറിയിൽ 2 കൂട് തൂക്കിയിട്ടിരിക്കുന്നു. അതിൽ രാപ്പാടിയും ടീനു പക്ഷിയും ഉണ്ട്. അയ്യോ, ഇത് നമ്മുടെ ടീനു പക്ഷിയും രാപ്പാടിയുമാണല്ലോ. പെട്ടെന്നൊരാൾ മുറിയിലേക്ക് വന്ന് അയാളുടെ ചെവിയിൽ മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. ഹലോ, ഞാനാ അരവിന്ദ. നീ 2 പക്ഷികളുടെ ഫോട്ടോ അയച്ചില്ലേ? അതുപോലത്തെ 20 പക്ഷികളെ വേണം കേട്ടോ. കണ്ടുപിടിക്കേ, എന്നിട്ട് പറ. ശരി, കണ്ടെത്തിയാൽ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ആ, പിന്നെ ഒരു പക്ഷിക്ക് 2000 രൂപ തരാം. ഒരു പക്ഷിക്ക് 2000 രൂപയോ? എന്ന് വെച്ചാൽ 20 പക്ഷികൾക്ക് 40,000 രൂപയോ? ഇങ്ങനെ മൊബൈലിൽ കൂടി സംസാരിച്ച് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അപ്പോൾ മിട്ടുവും പരുന്തും മുറിക്കകത്തേക്ക് പോയി. അയ്യോ മിട്ടു, നീ ഇവിടെ? ആ, ഞാനും നഗരത്തിൽ താമസിക്കാൻ വന്നതാ. എന്നാൽ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഈ ഗോൾഡി അങ്കിളുടെ വാക്കും കേട്ട് ഞങ്ങൾ ഇവിടെ വന്നു. ഈ വീടിന്റെ ടെറസിൽ വെള്ളവും ധാന്യവും വെച്ചിരിക്കുന്നത് കണ്ടു.
ഞങ്ങൾക്കും സന്തോഷമായി. എന്നാൽ ഞങ്ങൾ ഭക്ഷണം എടുക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ മുകളിലേക്കൊരു വല വീണു. ഞങ്ങൾ രാത്രി മുഴുവൻ അതിലായിരുന്നു. പിന്നെ രാവിലെ ഇയാൾ ടെറസിൽ വന്ന് ഇയാൾ ഞങ്ങളെ വലയിൽ നിന്നും പുറത്തെടുത്ത് ഈ കൂട്ടിലിട്ടു. ഞാൻ അന്നു മുതൽ ഇവരെ മോചിപ്പിക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ ഈ വലിയ പൂട്ട് തുറക്കുന്നതേയില്ല. ഈ നഗരം നമ്മുടെ കാടിന്റെ അത്ര നല്ലതൊന്നുമല്ല. അമ്മ പറഞ്ഞത് ശരിയാ. അധ്വാനിച്ച് ഭക്ഷണം കണ്ടെത്തണം. അങ്ങനെ ചെയ്താൽ ആരെയും പേടിക്കണ്ട. ഈ മനുഷ്യർ നമുക്ക് എന്ത് ഭക്ഷണം തരാനാ? നീ പറഞ്ഞത് ശരിയാ. മിട്ടു കൂട്ടിലിട്ടിരുന്ന പൂട്ട് കണ്ടു. എന്തോ ചിന്തിച്ച് അവന്റെ മുഖത്ത് അപ്പോൾ ഒരു പുഞ്ചിരിയും വന്നു. രാത്രി സമയത്ത് ആ മനുഷ്യൻ തന്റെ മുറിയിൽ കിടന്നുറങ്ങിയപ്പോൾ മിട്ടു അകത്തേക്ക് കയറി. മിട്ടു, നീ എന്തിനാ വന്നത്? അയാൾ ഇപ്പോഴും മുറിയിൽ തന്നെ ഉറങ്ങുക. എഴുന്നേറ്റാൽ നിന്നെയും പിടിച്ചകത്തിടും. പെട്ടെന്ന് അയാൾ കണ്ണു തുറന്നു. ഹാ, ഇത് ആരുടെ ശബ്ദമാണ്? അയാൾ പോയി നോക്കിയപ്പോൾ മിട്ടു പക്ഷികളുമായി എന്തോ സംസാരിക്കുന്നു. മിട്ടു, നീ പെട്ടെന്ന് പറന്നു പോ. അയ്യോ, ഞാൻ നിങ്ങളോട് ഇത് മാത്രം പറയാൻ വന്നതാ. നിങ്ങളുടെ രണ്ടുപേരുടെയും 20 സഹോദരന്മാർ നിങ്ങളെ കാത്തിരിക്കുക. അവരിപ്പോൾ ഒരു ഗുഹയ്ക്കകത്താണ്. നിങ്ങളെ ചിന്തിച്ച് കരയുക. അവരോട് പറഞ്ഞേക്ക് ഇനി ഒരിക്കലും അവർക്ക് ഞങ്ങളെ കാണാൻ പറ്റില്ലെന്ന്. എന്ന് വെച്ചാൽ ഇവരെ പോലെ 20 രാപ്പാടിയും 20 പക്ഷിയും ആ ഗുഹയിലുണ്ട്. അയാൾ എന്തോ ചിന്തിച്ചപ്പോൾ അയാളുടെ മുഖത്ത് ഒരു വിചിത്രമായ പുഞ്ചിരിയും വന്നു. രാവിലെ തന്നെ അയാൾ ടീനു പക്ഷിയുടെയും രാപ്പാടിയുടെയും കൂടുമെടുത്ത് ജീപ്പിലിരുന്ന് കാടിനു നേരെ ഓടിച്ചുപോയി. മിട്ടുവും പരുന്തും ആ വണ്ടിയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കൃത്യം 2 മണിക്കൂറിന് ശേഷം അവർ കാട്ടിലെത്തി. അയാൾ ചിന്തിച്ചു, ഇപ്പോൾ ഇവരെ അങ്ങ് തുറന്നു വിട്ടേക്കാം. ഇവർ രണ്ടുപേരും മോചിതരാകുമ്പോൾ സഹോദരങ്ങളെ കാണാൻ ആ ഗുഹയ്ക്കകത്തേക്ക് പോകും. അതിനെക്കുറിച്ചാണല്ലോ അന്ന് മിട്ടു പറഞ്ഞത്. അതിനുശേഷം ഞാൻ ആ ഗുഹയ്ക്കകത്തേക്ക് കയറി എല്ലാവരെയും പിടികൂടും. ഇങ്ങനെ ചിന്തിച്ച അയാൾ ആ 2 കിളികളെയും മോചിപ്പിച്ചു. അവർ സന്തോഷത്തോടെ കൂട്ടിൽ നിന്നും വെളിയിൽ വന്ന് പറക്കാനായി തുടങ്ങി. അയാളും വേഗത്തിൽ വണ്ടിയിൽ കയറിയിരുന്ന് അവരുടെ പിന്നാലെ പോയി. രണ്ടുപേരും ഒരു ഗുഹയ്ക്കകത്തേക്കും പോയി. അവരുടെ പിന്നാലെ അയാളും ആ ഗുഹയ്ക്കകത്തേക്ക് പോയി. അവിടെ അപ്പോൾ അതാ ഷേർഖാൻ നിൽക്കുന്നു. എല്ലാ പക്ഷികളും മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, സിംഹമല്ലേ അത്? അപ്പോൾ പരുന്തും മിട്ടുവും അവിടേക്ക് വന്നു. ഇതെല്ലാം നിന്നെ അകപ്പെടുത്താൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ബുദ്ധിയായിരുന്നു. രാപ്പാടിക്കും ടീനുവിനും 20 സഹോദരന്മാരൊന്നുമില്ല. ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് കേട്ടാൽ നീ ഇവരെ മോചിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ഞാനിവിടെ നേരത്തെ തന്നെ വന്ന് ഇവരോടെല്ലാം കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ നിന്റെ വീട്ടിൽ വന്ന് അന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞോ, അതൊക്കെ എൻ്റെ ജീവൻ പണയം വച്ചാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് നീ അകപ്പെട്ടു. എന്റെ ദൈവമേ, ഒരു ചെറിയ പക്ഷിക്ക് ഇത്രയും ധൈര്യമോ? ടീനു പക്ഷിയും പിന്നെ രാപ്പാടിയും അവരുടെ മാതാപിതാക്കളെ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അപ്പോൾ മിട്ടുവും അവന്റെ അമ്മയോട് മാപ്പ് ചോദിച്ചു. അമ്മ, എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ അമ്മയും വിട്ട് ഒരിടത്തേക്കും പോകില്ല. ഞാനിനി എന്നും ഈ കാട്ടിൽ അമ്മയോടൊപ്പം ജീവിക്കും. കാരണം നഗരത്തേക്കാൾ നല്ലത് നമ്മുടെ കാട് തന്നെയാണ്. നിനക്ക് പോകണോ അതോ വേണ്ടയോ? രക്ഷിക്കണേ! അയാൾ ഇത്രയും പറഞ്ഞ് ചാടി വണ്ടിയിൽ കയറിയിരുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു.